ഇന്ന് ഞാൻ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇല്ലി കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആ മസാല നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല കൂടെ ചേർത്ത ശേഷം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കുക. ഈ മസാല ഞാൻ ചൂടാറാനായിട്ട് മറ്റു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട് 4 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ബണ്ണിൻ്റെയും ബാക്ക് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം കൈകൊണ്ട് ഉൾഭാഗത്തു നിന്നൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റുക. എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഒട്ടിക്കാനും അതുപോലെ ഇതിൻ്റെ ബാക്കിൽ നിറച്ചതിന് ശേഷം വെക്കാനൊക്കെ അത് മാറ്റി വെക്കുക. ഇനി അടുത്ത ബണ്ണും കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ മാറ്റിയ ശേഷം മസാല നിറക്കാം. ആദ്യം കുറച്ച് ഉള്ളിയുടെ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ മുട്ട വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയിട്ട് അത് ഹാഫാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹാഫ് പീസാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഭാഗം ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പം അതിന് മുമ്പ് ഇതുപോലെ നിൽക്കണുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് അടച്ചു വെക്കാം. ഇനി ഒട്ടിക്കൽ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പം ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം 4 ബണ്ണും ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. 4 ബണ്ണിലേക്ക് കറക്റ്റാണ് ആ മസാല. ഇനി നമ്മൾ ബണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ള ആ ഭാഗത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ കട്ട് ചെയ്ത ആ ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക.
അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവൻ ബണ്ണും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോകരുത്. മസാലയിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബണ്ണിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യോ ഓയിലോ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. അപ്പോൾ നെയ്യും ബട്ടറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോ നിറച്ച ബണ്ണും എടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയുടെ മിക്സ് ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും. എന്നിട്ട് ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം വെച്ച് കൊടുത്തത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. കരിഞ്ഞു പോകരുത്. അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള കളറായിട്ട് കിട്ടും. അപ്പോൾ ആദ്യം ഇട്ടത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ബണ്ണും ഇതുപോലെ തന്നെ 2 സൈഡും ഫ്രൈ ആയി വന്ന ശേഷം പിന്നെ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.